ഇത് നോ. അകത്തേക്ക് പോയിക്കോ. ഞാനിവിടെ ഉള്ളപ്പോൾ ഈ മനുഷ്യന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മൈതു? തമ്പാട്ടിക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ? കുറിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. തമ്പുരാൻകുട്ടിയുടെ ഉന്നം പഴിക്കാറില്ല, ഇനി പഴിക്കത്തുമില്ല. വാ. വണ്ടി ഒന്ന് നിർത്തണേ. ഇതാര്? അധികാരിയോ? എന്താ അധികാരി? സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തമ്പുരാൻകുട്ടിയോട് ഒരു കാര്യം പറയാൻ ഇറങ്ങിയത്. എന്താ? നാളെ പഞ്ചായത്ത് കൂടുന്നുണ്ട്. തമ്പുരാൻകുട്ടിയെ കുറിച്ച് ചില പരാതികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നാട്ടിൽ ന്യായം നടത്തേണ്ട അധികാരിയാണ്. പരാതികളുണ്ടെങ്കിൽ കേൾക്കണം, തെളിവുകളുണ്ടെങ്കിൽ വിധിക്കണം. തെളിയിക്കാൻ വരുന്നതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അധികാരിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്കാം. ഇത് അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ട് കിടന്നോ. സാധ്യമല്ല. ഇന്നെങ്കിലും ഞാൻ വെച്ചത് എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. ആണുങ്ങൾ പുറത്തു പോകുമ്പം പുറകിൽ നിന്ന് വിളിക്കരുന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവിടെ സർക്കാർ മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിലും ദൈവം നല്ലവരെ അധികകാലം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രിയിൽ വെള്ളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. കാല് വഴുകി മുഖമടിച്ചു വീണു. അപ്പോഴേ തീർന്നു. നേരെ വളർത്തിരുന്ന പിന്നെ മരിക്കാൻ പ്രത്യേക കാരണം വല്ലതും വേണോ? ചിപ്പുവിനെ ഒന്ന് കാണാൻ പറ്റൂ? ആ കുട്ടി ആരെയും കാണാതെ മുറി അടച്ചകത്തിരുന്ന് കരയുക. ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളല്ലേ. ഇപ്പൊ ഉപദ്രവിക്കണ്ട. ഇനി നിനക്ക് പുറത്തു പോകാം. പക്ഷെ ഒന്നോർമ്മ വെച്ചോണം, ഇവിടെ നടന്ന സത്യം പുറത്തു പോയാൽ ആദ്യം ആ തളർന്നു കിടക്കുന്ന കിളവനില്ലേ, നിന്റെ തന്ത, അയാളുടെ ശവം നീ കാണും. അവിടെയും തീർന്നില്ല, പിന്നെ നിന്റെ ശവം പുഴയിൽ ഒഴുകി നടക്കുന്ന നാട്ടുകാർ കാണും. പുറത്തു.
കുയിലേ, കിട്ടേണ്ട കിളി പറന്നുപോയി. പകരം എനിക്കൊരു കിളി കിട്ടി. മീതു, എന്തോ ഏതാ പൈങ്കിളി? എന്റെ പൊന്നു മോളെ, ഒരിടത്തേക്കും ഓടിപ്പോവല്ലേ. ചേട്ടൻ പോയി കുയിലിനെ കണ്ടിട്ട് ഓടി വരാം. മിടുക്കി. നീ എവിടെ പോയി കിടക്കടാ ചെറുക്ക? തമ്പുരാൻ നിന്നെ എത്ര നേരമായി തിരക്കുന്നു. നീ വേഗം ഈ കടലാസ് ലോറിക്കാർക്ക് കൊണ്ടേ കൊടുക്ക്. വേഗം പോ. വെക്കോ. ഞാനൊന്ന് അക്കരയ്ക്ക് പോയിട്ട് വരാം. ഒരു നിമിഷം മതി. വേണ്ട വേണ്ട, എവിടെയും പോകാൻ പറ്റൂല. ആദ്യം ഈ പണി ചെയ്യ്. വേഗം വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വെക്കോ. നമ്മുടെ കണക്കെഴുതുന്ന ശങ്കുണ്ണിയുടെ അനന്തരവൻ ചെറുക്കനില്ലേ, ആ കുതിരവണ്ടി ഓടിക്കുന്ന ശ്യാം, അവനെ പാമ്പ് കടിച്ചു. അയ്യോ, എവിടെ വെച്ചാ? നമ്മുടെ ചിത്രത്തമ്പാട്ടിയുടെ വീട്ടിനടുത്ത് വെച്ചാ. അവിടെ എടുത്ത് കിടത്തിയിട്ട് ശങ്കുണ്ണിക്ക് ആളെ അയച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലേ? മീനു, മീനു, മീനു. നിങ്ങൾ? അതെ, തമ്പുരാൻകുട്ടി. ഞാനൊരു പാവമാണ്. എങ്കിലും ചില ചീത്ത സ്വഭാവങ്ങളുണ്ട്. മനുഷ്യർക്കെല്ലാം ഉള്ളതല്ലേ അത്. ആഗ്രഹിച്ചത് കിട്ടണം എന്നൊരു വാശി. കൊച്ചു കുട്ടികളുടെ സ്വഭാവം അല്ലേ? എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റുമോ? വെറുതെ സംസാരിച്ച സമയം കളയണ്ട. ഇപ്പോഴും ഒരു ചെറിയ ആഗ്രഹം, മീൻ ഒരു നിമിഷമെങ്കിലും എന്റേതാകണമെന്ന്. ഓടാൻ ശ്രമിക്കരുത്. ഓടിയും പിടിച്ചും കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിറന്ന് വീണതുപോലെ നാട്ടുകാർ മുഴുവൻ നിന്നെ കാണും. അതല്ല, ഞാൻ പറയുന്ന കേട്ട് ഒരു നിമിഷം ഒന്ന് ഒതുങ്ങിയിരിക്കാമെങ്കിൽ നിനക്ക് സുഖം, എനിക്ക് സുഖം. ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? രാത്രിയിൽ മുടി ചെയ്യുന്ന നല്ല ശകുനമല്ല. എല്ലാം കഴിഞ്ഞോ? എങ്ങനെ കഴിയാനാ? പാൽച്ചോറുണ്ടാവുന്ന കരുതി തട്ടിപ്പോയി.
ഇനി വെറും ചോറെങ്കിലും ഉണ്ണ. എങ്ങനെ? വരൂ, കാണിച്ചു തരാം. എന്താ താമസം? ഈ വെളിച്ചത്തിൽ നിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു നിന്റെ മുഴുവൻ സൗന്ദര്യവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാൻ ഇത്രയും വെളിച്ചം പോരാ. ആ വിനോദിയൻ, ഇരിക്കൂ. എന്താണാവോ വിളിപ്പിച്ചത്? ഒരു നല്ല കാര്യം തന്നെയാണ്. വളച്ചു കെട്ടില്ലാതെ ഉള്ളത് തുറന്നു പറയാം. സ്വാമിയുടെ മകൾ മീനുവിനെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തമ്പുരാൻകുട്ടി ക്ഷമിക്കണം, മറ്റൊന്നും തോന്നരുത്. മീനുവിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹോ, ആരാ ചെറുക്കൻ? നമ്മുടെ തോട്ടത്തിലെ കണക്കപ്പിള്ള, ശങ്കുണ്ണിയുടെ അനന്തരവൻ ശ്യാം. അല്ല, തീരുമാനിച്ചതല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. നമുക്കതൊന്ന് വേണ്ടാന്ന് വെക്കാം. എന്റെ മോളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. അവൾക്കും ഇഷ്ടമായി. ഇനി വാക്ക് പറയാൻ പറ്റില്ല. ഇത് അവസാനത്തെ വാക്കാണോ? തമ്പുരാൻകുട്ടി, ഗണപതിയൊക്കെ തന്ത ഒന്നേ ഉള്ളൂ. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ കണ്ണ് വഞ്ചി പോകുന്നു. ഇത് മുഴുവനും മീനുവിനുള്ളതാണ്. തമ്പുരാൻകുട്ടി പറയുന്നത് നേരാണോ? തമ്പുരാൻകുട്ടി എന്തിനാ കൗസല്യമ്മയുടെ കള്ളം പറയുന്നത്? ഈ മാല അമ്മയ്ക്കിരിക്കട്ടെ, നന്നായിട്ട് ചേരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാൻകുട്ടി നല്ലവനാ, എനിക്കറിയാം. എന്റെ മോക്കെ രാജയോഗം ഉണ്ടെന്നാ അവളെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അതിനു മുമ്പ് നമുക്കതങ്ങ് നടത്തണം. എന്റെ പാർവതി പോയ പിന്നെ ഒരു ഐശ്വര്യം ഈ വീട്ടിനില്ല. വീടായാൽ ഒരു പെണ്ണ് വേണ്ടേ കൗസല്യമ്മേ? തമ്പുരാൻ കുഞ്ഞു ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്റെ മീനു മോള് പാർവതിയെ പോലെ തന്നെയാണ്. നമുക്ക് നാളെ തന്നെ മുഹൂർത്തം നിശ്ചയിക്കാം. ഈ ഭാഗ്യമുള്ളവളാ മോളെ. ഏതാ ഈ മാല? എങ്ങനെയുണ്ട്? തമ്പുരാൻകുട്ടി തന്നതാ. അവൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അമ്മേ, എന്താടി? രണ്ടാം കെട്ടാണെങ്കിലും കിഴവനൊന്നും അല്ലയേ. ഒന്ന് കെട്ടത്തേക്ക് വയസ്സാവാതെ ചിന്ന പയ്യൻ എനിക്ക് വേണ്ടി കല്യാണം. ഒരുക്കം കെട്ടവളെ വേണാത്തനം പറയാതെ ഞാൻ വാക്ക് കൊടുത്തതാക്കും. അച്ഛനും ശങ്കുണ്ണി മാമയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? എടീ, അത് വെറും വാക്ക്. അത് മാത്രമല്ല, വാക്ക് കൊടുത്തോ മരിച്ചും പോയി. ആ ഉണക്ക ചെറുക്കൻ എവിടെ കിടക്കുന്നു? നമ്മുടെ തമ്പുരാൻകുട്ടി എവിടെ കിടക്കുന്നു? നാളേക്ക് നിശ്ചയമാക്കും. ഞാൻ വാക്ക് കൊടുത്തു വന്നിരിക്കാൻ. അമ്മേ, എന്തു വന്നാലും ഞാൻ ശ്യാമിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. സത്താലും ശരി. എന്ത് പറഞ്ഞത്? മൂഢേരി. ഇനി ആ പേരിവിടെ കേട്ടാ നിന്നെ ഞാൻ വെട്ടി കൊല്ലും പറഞ്ഞേക്കാം. ഇനിയും പറയും, മരിക്കോളാം ഞാൻ പറയും. നീ പറയല്ലേ? ഒന്നില്ലേ നീ ചാവും, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. ജാതകം നല്ല പൊരുത്തമുണ്ട്. പക്ഷേ കർക്കിടകത്തിന് ഇനി 6 ദിവസമുള്ളൂ. അതിനിടയ്ക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നുമില്ല. അല്ല ജോത്സരെ, അത് ഒന്നുകൂടെ നോക്കിക്കേ. അങ്ങനെ വെച്ചാൽ ചിങ്ങം തുടങ്ങട്ടെ അല്ലേ ജോസിറെ? ആ, നോക്കട്ടെ. ഒരു ദിവസം കൂടെ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഉണ്ട്, ദിവസമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തമുണ്ട്.
പക്ഷേ വെളുക്കുന്നതിന് ഒരു നാഴിക മുമ്പാണെന്നേ ഉള്ളൂ. ആ അതിനെന്താ, അതിങ്ങോട്ട് കുറിച്ച് തന്നേക്ക് ചോദിച്ചതേ. എന്ത് പറയുന്നു കൗസല്യമ്മേ? മുഹൂർത്തം നല്ലതാണെങ്കിൽ ഏത് ദിവസമായ എന്താ? ആ എന്നാ പിന്നെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. കൗസല്യമ്മ ഒന്നും അറിയണ്ട. പിന്നെ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ ഇറങ്ങുന്നു. എന്താണോ തനിക്കിവിടെ കാര്യം? ഗണുവിന്റെ വീടല്ലേ? ആ അതൊക്കെ കഴിഞ്ഞില്ലേ? സ്ത്രീകൾ മാത്രമുള്ള വീടാ. കയറി ഇറങ്ങി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കരുത്. കൗസല്യമ്മേ, എന്തോ എന്റെ ജോലിക്കാർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞു പൊയ്ക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ വരട്ടെ. എന്താ കൗസല്യമേ കണ്ടത്? മനസ്സിലായില്ലേ? നീലുന്റെ കല്യാണം നിശ്ചയിച്ചു തമ്പരാമുട്ടിയായിട്ട്. ആ പിന്തുണനെ പിടിച്ച് ഈ കാലമാറ്റം കൊടുക്കാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ തെരുവ് പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്ന തന്റെ അനന്തരവനെ എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവളും കൂടെ തെണ്ടുന്നത് ഞാൻ കാണണം അല്ലേ? ഗണു പറഞ്ഞത് അതല്ലേ? പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് പോയി. ഇനി കാണേണ്ടത് ഞാനാണ്. കൂടുതൽ ഒന്നും പറയണ്ട. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. നമുക്ക് വേഗം പോവാം. ഇവളെ കൊണ്ടേ പോകും. അയ്യോ പട്ടി! ദേവി, ഇത് കൊല്ലരുത്. ഞാൻ ഒരിടത്തേക്കും ഓടിപ്പോവില്ല. പരിപൂർണ്ണ സമ്മതത്തോടെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തുകൊള്ളാം. എന്റെ ശ്യാമനെ കൊല്ലരുത്. ദേവി, ഇത് കൊല്ലരുത്. ഇത് വാക്കാണോ? കുയിലേ, കുയിലേ, ഞാൻ മരിച്ചോളാം. എന്നാലും നീ ദുഷ്ടനെ കല്യാണം കഴിക്കരുത്. എനിക്ക് ശവാനുമല്ല. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. അയാൾ പറയുന്നത് ഞാൻ കേൾക്കും. ശ്യാമെന്നെ മറക്കണം. കുയിലേ, ഈ നാട്ടിൽ നിന്ന് പോകണം. കുയിലേ, 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 ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. കുയിലേ, കുയിലേ, കുയിലേ.